ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ജ്യൂസസ് ഒന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. കാരണം നമ്മളതിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ഷുഗർലെസ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു വെജിറ്റബിൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് ആൽമണ്ട്സ് വേണം, അത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, സാധാ ബദാം. പിന്നെ വേണ്ടത് ഹണിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 3 to 4 ടീസ്പൂൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ്സ് ആണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഡാർക്ക് ഓറഞ്ച് ആയിട്ടുള്ള കുഞ്ഞു ക്യാരറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജ്യൂസിന് നമ്മൾ പാലിന് പകരം തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്, കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക്. അപ്പോൾ ഒരു മുറി തേങ്ങ വേണം, നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യം. ഇനി നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഈ ബദാമും അതുപോലെ തന്നെ ക്യാരറ്റ്സും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് സ്ലൈറ്റ്ലി റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഓയിലോ ഗീയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്കിതെല്ലാം കൂടി ഒരു മിക്സറിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ശരിക്കും നന്നായിട്ട് മനസ്സിലാവും. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ചെറുതായിട്ട് ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഇനി ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സർ ജാറിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷുഗർലെസ് ആയിട്ടുള്ള ജ്യൂസ് അപ്പോൾ തയ്യാറാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ജ്യൂസ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം നമ്മളിതിൽ ഷുഗറോ അതുപോലെ തന്നെ പാക്കഡ് പാലോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ ഡയറ്റിലൊക്കെ ഡെയിലി ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി.